Audio Jungle. നമസ്കാരം, വിബിസി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഞാൻ വരുന്നു. ഐശ്വര്യ റായ് ബച്ചനും പ്രഭുസറിനുമൊപ്പം നവംബർ 30-ന് 5 കല്യാൺ ജ്വല്ലേഴ്സ് ഷോറൂമുകൾ തുറക്കുവാനായി. കല്യാൺ ജ്വല്ലേഴ്സ്, ഒരു നാൾ 5 ഷോറൂമുകൾ. കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററുടെ 15ാം ബലിദാന വാർഷിക ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ ജനശക്തി സംഗമം സംഘടിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. മുനിസിപ്പൽ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിലി സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ സമ്മേളനം കുടയത്തൂരിൽ നടന്നു. മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞാർ വാട്ടർഷെഡ് തീം പാർക്കിന്റെ ശിലാസ്ഥാപനം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സംയോജിത നീർത്തട പദ്ധതിയുടെ ഭാഗമായി അർക്കുളം പഞ്ചായത്തിലെ കാഞ്ഞാർ ഭാഗത്തെ പുഴയോരത്താണ് തീം പാർക്കിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. സിനിമാ താരങ്ങളായ മഞ്ജു വാര്യരെയും പ്രഭുവിനെയും കാണുവാൻ തൊടുപുഴയിൽ വൻ തിരക്ക്. കല്യാൺ ജ്വല്ലേഴ്സ് ഉദ്ഘാടനത്തിനെത്തിയ ഇരുവരെയും കാണുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. ഞാൻ വരുന്നു. ഐശ്വര്യ റായ് ബച്ചനും പ്രഭുസറിനുമൊപ്പം നവംബർ 30-ന് 5 കല്യാൺ ജ്വല്ലേഴ്സ് ഷോറൂമുകൾ തുറക്കുവാനായി. കല്യാൺ ജ്വല്ലേഴ്സ്, ഒരു നാൾ 5 ഷോറൂമുകൾ. വാർത്തകൾ വിശദമായി. യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററുടെ 15ാം ബലിദാന വാർഷിക ദിനത്തോടനുബന്ധിച്ച് ബി.ജെ.പി. ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ റാലിയും ജനശക്തി സംഗമവും സംഘടിപ്പിച്ചു. മാർക്സിസ്റ്റ് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ താക്കീതുമായി കാഞ്ഞിരപറ്റം അമ്പലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു. പ്രകടനത്തിന് ബി.ജെ.പി. ദേശീയ സമിതി അംഗം പി സാനു, സംസ്ഥാന സമിതി അംഗങ്ങളായ സന്തോഷ് അറക്കൽ, എം.ഐ. രവീന്ദ്രൻ, ജില്ലാ ഭാരവാഹികളായ കെ. കുമാർ, സോജൻ ജോസഫ്, ബിന്ദു സജി, കെ. വി. ജോസഫ്, സി കൃഷ്ണൻ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ പി. അജികുമാർ, വി. കെ. ബിജു, സി. എം. സുരേഷ്, സി. സന്തോഷ് കുമാർ, അന്നമ്മ കുരുവിള, കെ. വ. സോമൻ, അഡ്വക്കേറ്റ് ജെയ്സ് ജോൺ, വി. എസ്. രതീഷ്, ബിറ്റ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററുടെ 15ാം ബലിദാന വാർഷിക ദിനത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യം, സമാധാനം, വികസനം എന്ന മുദ്രാവാക്യമുയർത്തി തൊടുപുഴ മുനിസിപ്പൽ മൈതാനിൽ സംഘടിപ്പിച്ച ജനശക്തി സംഗമം ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയായി അധികാരം അനവധി ആളുകളുടെ ത്യാഗത്തിന്റെ, അനവധി ആളുകളുടെ ജീവ ബലിദാനത്തിന്റെ ഒക്കെ ഫലം, കരുത്തുറ്റ പ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ ഫലം. ഈ രാജ്യം 128 കോടി വരുന്ന ഇന്ത്യൻ ജനതയെ നയിക്കാൻ, ഇന്ത്യൻ ജനതയുടെ ഭാവി തീരുമാനിക്കാനുള്ള അധികാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ കരങ്ങളിൽ, നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എത്തപ്പെടുന്നു.
മാസം നമ്മുടെ രാജ്യത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തിയ കാലഘട്ടം. 6 പതിറ്റാണ്ട് ഈ രാജ്യം ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസുകാരാണ്. 68 വർഷത്തിൽ 60 വർഷക്കാലം കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഭരിച്ചത്. ജവഹർലാൽ നെഹ്റു തൊട്ട് മൻമോഹൻ സിംഗ് വരെ, ജവഹർലാൽ നെഹ്റു തൊട്ട് രാജീവ് ഗാന്ധി വരെയുള്ള നെഹ്റു കുടുംബക്കാരും BJP അഖിലേന്ത്യാ തലത്തിൽ നടത്തിവരുന്ന ഓൺലൈൻ അംഗത്വ വിതരണത്തിന്റെ ഭാഗമായി പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും മൊബൈൽ ഫോണിലൂടെ അംഗത്വം എടുത്തുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കമായത്. ജില്ലാ പ്രസിഡന്റ് PA വേലുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജൻ, തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് KS അജി, ജില്ലാ സെക്രട്ടറി PR വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ ഗോൾഡൻ ജേസീസിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പേൾ റീജൻസിയിൽ നടന്നു. MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ സോൺ പ്രസിഡന്റ് ഡോക്ടർ ഏലിയസ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സോൺ വൈസ് പ്രസിഡന്റ് G മിർസ, സോൺ ഡയറക്ടർമാരായ ഡോക്ടർ ഹരീഷ് കുമാർ, ഡോക്ടർ സ്മിത ഹരീഷ്, സോൺ കോർഡിനേറ്റർ TP അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി പ്രമോദ് സുരേന്ദ്രൻ, സെക്രട്ടറിയായി മൈക്കിൾ വർഗീസ്, വൈസ് പ്രസിഡന്റുമാരായി അരുൺ J തുറയ്ക്കൽ, R ഭുവനേഷ്, ദിലീപ് J നായർ, സാബു C നായർ, ജോമൻ ജോസ്, ജോയിന്റ് സെക്രട്ടറിയായി വിനോദ് കുമാർ, ട്രഷററായി ഷിബു C നായർ, JC ചെയർപേഴ്സണായി മഞ്ജു റോണി, JJ ചെയർമാനായി S ശരത് ചന്ദ്രൻ, ഡയറക്ടർമാരായി കിരൺ ജോസ്, അനിൽ S കോയിക്കൽ, അരുൺ S കോയിക്കൽ, PM മത്തായി, സുഭാഷ് B നായർ, ടോം സെബാസ്റ്റ്യൻ, ടോം ചെറിയാൻ എന്നിവർ ചുമതലയേറ്റു. ഇന്ന് സത്യത്തിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ജെയ്സിസ് ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച്. വിവിധ പ്രൊഫഷണൽ സെക്ടറുകളിലുള്ള ആളുകൾ, അതൊരു യങ്ങർ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അവർക്ക് സമൂഹത്തിന് ആവശ്യമായ ഒരു ലീഡർഷിപ്പ് കൊടുക്കുന്നതിന് യുക്തമായ പരിശീലനമാണ് ജെയ്സിസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അല്പം താമസിച്ചു പോയത് 8 മണിക്കെങ്കിലും എത്താമെന്ന് വിചാരിച്ചിരുന്നു. സിൻതായിറ്റ് ചെയർമാൻ ശ്രീ CB ജേക്കബ് നിങ്ങൾക്കറിയാം. അദ്ദേഹം സ്ഥാപിച്ച സെന്റ് പീറ്റേഴ്സ് സ്കൂള് കോലഞ്ചേരി, അവരുടെ ഒരു ഓഡിറ്റോറിയം റിനോവേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാരതീയ വിദ്യാനികേതന്റെ 14ാമത് ഇടുക്കി ജില്ലാ കലോത്സവം സമാപിച്ചു. കൊടയത്തൂർ സരസ്വതി വിദ്യാഭവനിൽ 7 വേദികളിലായി നടന്ന വിവിധ മത്സരങ്ങളിൽ 800ഓളം പ്രതിഭകൾ മാറ്റുരച്ചു. ശ്രേഷ്ഠനാം വരരുചി ഒരു നാൾ നരിപ്പറ്റ മനയിൽ അതിഥിയായി ആതിഥ്യമേകുവാൻ മുന്നിൽ വന്ന പഞ്ചമിയെ കണ്ടു മോഹിച്ചു വരരുചി. തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തൊടുപുഴയിൽ തുടക്കമായി. മുനിസിപ്പൽ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിലി സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. എന്തുകൊണ്ടും വളരെ അനുയോജ്യമായ ഒരു വേദി, ഇതിൻ്റെ ഉദ്ഘാടന വേദിയായി ഇതിന് ഈ സ്കൂളിൻ്റെ അങ്കണം തിരഞ്ഞെടുത്തത് വളരെ അനുയോജ്യമായി എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് കരുതുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ
യുവജനോത്സവമാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം. അതിലേക്കുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വേദിയാണ് നമ്മളിവിടെ ഒരുക്കുന്നത്. നമ്മുടെ ജില്ലയിൽ നിന്നുള്ള സ്കൂളുകളിൽ ഈ ഉപജില്ലയിലെ മികച്ച കലാപ്രതിഭകളെ കണ്ടെത്തുവാൻ തൊടുപുഴയിൽ നിന്ന് 10ഓളം വേദികൾ ഒരുങ്ങിക്കഴിഞ്ഞു. മറ്റ് 9 വേദികളിലും ഏതാണ്ട് പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഉദ്ഘാടന വേദിയായതുകൊണ്ട് അല്പം താമസിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഈ ലളിതമായ ചടങ്ങ് കൗൺസിലർ നജീർ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ കെ രാജൻ, റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ ആർ ഹരി, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി തോമസ്, കെ ചന്ദ്രൻ, ഡൊമിനിക് തോമസ്, ഡീപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ സ്റ്റീഫൻ കൊളങ്ങായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് VHSS എന്നിവിടങ്ങളിലാണ് കലോത്സവം നടക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഉപജില്ലയിലെ 99 സ്കൂളുകളിലെ കലാപ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കും. കത്തോലിക്ക കോൺഗ്രസ് തൊടുപുഴ മേഖലാ നേതൃസമ്മേളനം നടന്നു. തൊടുപുഴ ടൗൺ പള്ളി പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ തൊടുപുഴ, മാറുക, മൈലക്കം, മുതലക്കോടം ഫൊറാനുകളിലെ ഭാരവാഹികൾ പങ്കെടുത്തു. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് ഓലിയപ്പുറം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിനേക്കാൾ മെച്ചമായ രീതിയിൽ AKCC അംഗങ്ങൾ കരുത്തുള്ളവര്, പക്വതയുള്ള നേതൃത്വങ്ങളുള്ള ആളുകൾ വലിയ നിര തന്നെ ഇവിടെ ഉണ്ടാകണം. അതുകൊണ്ട് നമുക്ക് ഉണർവ് നൽകാനും പ്രചോദനം നൽകാനും സമൂഹത്തിൽ നമ്മുടെ സാന്നിധ്യം ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണിത് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് ഈ വേണ്ട സംഘടന വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ട അവസാന 2 ആഴ്ചയാണ്. ധാരാളം മതി ആവശ്യത്തിനുണ്ട്, ധാരാളം മതി ആവശ്യത്തിന്, കൂടുതലൊന്നുമില്ല. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ ബ്രീഫ് ഇനഫ്, ആവശ്യത്തിന് സംഘടിപ്പിക്കാൻ നേരം അത് മതി. ഇതേ കൂട്ട് നമുക്കൊരു ആവേശം നിലനിർത്താൻ എളുപ്പമല്ല. സംഘാടക വൈദഗ്ധ്യം നമുക്കുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്ര പേര് അവിടെ വരും, ഓരോ യൂണിറ്റിന് എത്ര പേരുണ്ടാകും, ഒരു സമയത്ത് വരണം, ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കണം. ഏതെങ്കിലും ദുർബലമായിട്ട് യൂണിറ്റുകൾ അതിനെ ശക്തിപ്പെടുത്തണം. ഈ കാര്യങ്ങൾ ക്രമീകൃതമായിട്ട് നടക്കാൻ വേണ്ട ചർച്ചകളാണ് കോൺക്രീറ്റ് ആയിട്ട് സ്പെസിഫിക്. AKCC കേന്ദ്ര ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ ഫൊറാന ഡയറക്ടർ ഫാദർ ജോസ് മോനിപ്പള്ളി, രൂപത പ്രസിഡന്റ് ഐപ്പച്ചൻ തടിക്കാട്, രൂപത ജനറൽ സെക്രട്ടറി സജി മൈലാടി, ജോസ് ഇലഞ്ഞിക്കൽ, ജോൺ മുണ്ടൻകാവിൽ, മാത്യു വെച്ചൂർ, ജിമ്മി ചെമ്പരത്തി, സോജൻ അരിക്കാട്, ജോർജ് മണിമല, ജെയിംസ് മാളിയേക്കൽ, മാത്യു മലയക്കുടി, ഷാജി ഓലിക്കൽ, റോജോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. കൊച്ചിൻ ഇന്റർനാഷണൽ ഹാഫ് മാരത്തണിന്റെ പ്രചാരണാർത്ഥം തൊടുപുഴയിൽ ബൈക്ക് റാലി നടന്നു. മുത്തൂറ്റ് ഫൈനാൻസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. റാലി മുത്തൂറ്റ് ഫിനാൻസിംഗ് റീജിയണൽ മാനേജർ സണ്ണി M ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ചീഫ് മാനേജർ PJ ആന്റണി, സണ്ണി വർക്കി, AC ജോയ് എന്നിവർ നേതൃത്വം നൽകി. കൊച്ചിൻ ഇന്റർനാഷണൽ ഹാഫ് മാരത്തൺ ഈ ഡിസംബർ 7-ാം തീയതി എറണാകുളത്ത് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷം ആദ്യമായി ഇതേ സമയത്ത് കൊച്ചിൻ ഇന്റർനാഷണൽ ഹാഫ് മാരത്തൺ നടന്നിരുന്നു. അന്ന് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് സുപ്രസിദ്ധ സിനിമാ നടി മഞ്ജു വാര്യറും അതുപോലെ തന്നെ മിൽഖ സിംഗ് എന്ന് പറയുന്ന ലോകമറിയപ്പെടുന്ന ഓട്ടക്കാരനുമാണ്. അദ്ദേഹത്തെ പറക്കും സിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഈ ഇന്റർനാഷണൽ ഹാഫ് മാരത്തൺ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരും അറിയപ്പെടുന്ന മോഹൻലാലും അതുപോലെ തന്നെ ഹർഭജൻ സിംഗുമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസമായ ഹർഭജൻ സിംഗ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇടുക്കി ജില്ലാ സമ്മേളനം കൊടയത്തൂരിൽ നടന്നു. കൊടയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു.